ചരിത്രമുറങ്ങുന്ന വിശുദ്ധ നാടിലേക്ക് ഒരു യാത്ര. കർത്താവായ യേശുവിന്റെ പാദസ്പർശമേറ്റ വിശുദ്ധ നാട്ടിലേക്ക് ഏപ്രിൽ 16 മുതൽ 10 ദിവസത്തേക്ക് ഒരു ആത്മീയ വിനോദയാത്ര. പഴയ പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ ബെത്ലഹേം, നാസറത്ത്, കാൽവറി, ജെറുസലേം, ബഥാന്യ, കപ്പർനഹൂം, സീനായ്മല, താബോർമല, യേശുവിന്റെ തുറന്ന കല്ലറ തുടങ്ങി കേട്ടതും വായിച്ചതും പഠിച്ചതുമായ സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നക്ഷത്ര ഹോട്ടലുകളിലെ താമസം, വിഭവ സമൃദ്ധമായ ആഹാരം, അതിലുപരി ബ്രദർ സുരേഷ് ബാബു നയിക്കുന്ന ധ്യാനയോഗങ്ങൾ, യോർദാനിലെ സ്നാന ശുശ്രൂഷയും സ്വർഗം ഭൂമിയിൽ അനുഭവിക്കുന്ന സന്തോഷവും പങ്കിടാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇസ്രായേൽ, ജോർദാൻ, ഈജിപ്ത്, പാലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങൾ 10 ദിവസം കൊണ്ട് സന്ദർശിക്കുന്ന ഈ ആത്മീയ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 6543, ട്രിവാൻഡ്രം 25. ഫോൺ 0471-272-5273, 9447830604. പരിശുദ്ധൻ മഹോന്നതദേവൻ പരമെങ്കും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സർവ്വലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നതദേവൻ പരമെങ്കും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സർവ്വലോകനാഥനാം മിശിഹാ. മന്ത്രിയാം ദൈവം, യഥാതനാം ധീരനാം ദൈവം, ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മിശിഹാ. അവനൈകുലമന്ത്രിയാം ദൈവം, യഥാതനാം ധീരനാം ദൈവം, ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മിശിഹാ. ജീവനുള്ള ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന വചന സന്ദേശം. പ്രശസ്ത സുവിശേഷകൻ ബ്രദർ സുരേഷ് ബാബു നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വലിയ പുരുഷാരം, അതിൽ നിന്ന് 120, പിന്നെ 70, അതിൽ നിന്ന് വേർതിരിച്ച് അരിച്ചെടുത്ത ഒരു 12, കൂടെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു 3 പേർ. എന്നാൽ അവരിൽ നിന്ന് ഒരേ ഒരു യോഹന്നാൻ. ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ ടോർച്ച് ഓഫ് ട്രൂത്ത് കുടുംബം നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്രകാരം യേശു കർത്താവിന്റെ മാർവോട് ചേർന്നിരുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച്
അതെ, ഈ ദിവസം ധ്യാനിപ്പാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിനെന്ന് എബ്രായ ലേഖന കർത്താവ് യേശു കർത്താവിനെ കുറിച്ച് അത് വിളിച്ചു പറഞ്ഞിരിക്കുമ്പോൾ ലൂക്കോസ് വിശേഷകൻ പറയുന്നു യേശു മനുഷ്യപുത്രൻ, മർക്കോസ് പറയുന്നു യേശു ദാസൻ, മത്തായി പറയുന്നു അവൻ യഹൂദന്മാരുടെ രാജാവ്. എന്നാൽ യോഹന്നാൻ പറയുന്നത് കേൾക്കണമേ. യോഹന്നാൻ 20:30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഏത്? യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നു. എന്തിനു വേണ്ടി? യേശു കർത്താവ് ദൈവത്തിന്റെ പുത്രനെന്ന് നമ്മൾ ഓരോരുത്തർ വിശ്വസിക്കേണ്ടതിന് വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ പറയുകയാണ് യേശു ദൈവത്തിന്റെ പുത്രൻ. വേദപുസ്തകം പറയുന്നു സങ്കീർത്തനം 53:3, സങ്കീർത്തനം 14:3, ദൈവം ഇല്ല എന്ന ദുഷ്ടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വോൾട്ടയർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. യൂറോപ്പിൽ ഒരു പ്രസ്സിൽ താൻ ധാരാളം കോപ്പികൾ, ആയിരക്കണക്കിന് കോപ്പികൾ അച്ചടിച്ച് നൽകിയിരുന്നു. ദൈവമില്ല, ദൈവമില്ല. കാണുന്ന വേദികളൊക്കെ താൻ പ്രസംഗിച്ചു, അതെ, ദൈവമില്ല, ദൈവമില്ല. അങ്ങനെ ദൈവമില്ല എന്ന് പറഞ്ഞും ദൈവമില്ല എന്ന് എഴുതിയും ആയിരുന്നതായ വോൾട്ടയർ അവസാനം മരണക്കിടക്കയിലായി. എന്നാൽ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച നേഴ്സ് ഇപ്രകാരം പറയുന്നു, ഏത് നാവ് കൊണ്ടാണോ ദൈവമില്ല എന്ന് പറഞ്ഞത് അതേ നാവ് കൊണ്ട് തന്നെ, ഓ ദൈവമേ, ഞാനിതാ എരിയുന്ന തീയിലേക്ക് വീഴുന്നു, ഓ ദൈവമേ, ഈ എരിയുന്ന തീയിലേക്ക് ഞാൻ വീഴുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഈ ലോകത്തിൽ നിന്ന് താൻ മാറ്റപ്പെടുകയുണ്ടായി. ദൈവമില്ല എന്ന് ദുഷ്ടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. എന്നാൽ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് ആരാണോ അടുക്കുന്നത് അവർക്ക് വേണ്ടി അവൻ ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. അതെ, സ്വർഗത്തിൽ ദൈവം വസിക്കുന്നു. എപ്രകാരമുള്ള ദൈവം? യിരെമ്യാ പ്രവചനം 23:23-24 വാക്യങ്ങൾ പറയുന്നു, അഖിലാണ്ടം മുഴുവൻ തന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചിരിക്കുന്ന ദൈവം. സങ്കീർത്തനം 139 8-12 വരെ സർവ്വവ്യാപിയായ ദൈവം. യിരെമ്യാ പ്രവചനം 23:17-27 വാക്യങ്ങൾ സർവശക്തനായ ദൈവം. 1 യോഹന്നാൻ 3:20 എല്ലാം അറിയുന്നവൻ അഥവാ സർവജ്ഞാനിയായിരിക്കുന്ന ഒരു ദൈവം. എന്നാൽ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ആർക്കും കാണുവാൻ കഴിയാത്തത് കൊണ്ട് ആ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അവനത്രേ കർത്താവ് യേശു. യോഹന്നാൻ 1:19 പറയുന്നു, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, അവന്റെ മടിയിലിരിക്കുന്ന പുത്രനായ യേശു അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവം എപ്രകാരമെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു? മതഗ്രന്ഥങ്ങൾ നോക്കുമ്പോഴല്ല, യേശുവിൽ നോക്കുമ്പോൾ ദൈവം ആര് എന്ന് നമ്മൾ അറിയുന്നു. ഓ, യേശുവിലേക്ക് നോക്കിയാട്ടെ. ദൈവത്തിന്റെ സകല സ്വഭാവവും ദൈവത്തിന്റെ എല്ലാ കഴിവും യേശു കർത്താവിൽ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമത്രേ, ഏറ്റവും വലിയ സ്വഭാവമത്രേ ഉൽപ്പത്തി 1:1 മുതൽ വെളിപ്പാട് 22:20 വരെ നമ്മൾ കാണുന്നത് ദൈവം സ്നേഹം തന്നെ. വേദപുസ്തകം പറയുന്നു മലാക്കി 1:2, 1 യോഹന്നാൻ 4:16, 1 യോഹന്നാൻ 4:8 വചനം പറയുന്നു ആവർത്തിച്ച് ദൈവം സ്നേഹം തന്നെ. അപ്പനെ പോലെ, അമ്മയെ പോലെ, സുഹൃത്തുക്കളെ പോലെ, പാസ്റ്റേഴ്സിനെ പോലെ, ദൈവദാസന്മാരെ പോലെ ദൈവത്തിന് സ്നേഹമുണ്ട് എന്നല്ല തിരുവചനം പറയുന്നത്. പ്രത്യുത ദൈവം സ്നേഹം തന്നെ. ഗാഡ് ഈസ് ലവ്. ദൈവത്തിൽ ദേഷ്യമില്ല, ദൈവത്തിൽ കയ്പില്ല, ദൈവം സ്നേഹം തന്നെ. ദൈവമക്കളെ, മനുഷ്യൻ അളന്ന് സ്നേഹം തരുമ്പോൾ ദൈവമോ അളവ് കൂടാതെ അത്രേ അവൻ സ്നേഹം തരുന്നത്. മറ്റെല്ലാം ദൈവം നൽകുന്നത് പോലെ അളവ് കൂടാതെയും ദൈവം അപ്രകാരമത്രേ സ്നേഹം നൽകുന്നത്. ലോകത്തിൽ വിവിധ ജീവികൾ തങ്ങളുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹബന്ധമെന്ന് പറയുന്നത് അമ്മമാർ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അത്രേ. പ്രകൃതി തന്നെ ഇങ്ങനെ പറയുന്നു, മനുഷ്യ കുഞ്ഞുങ്ങളെ അഥവാ നമ്മുടെ കുട്ടികളെ അമ്മമാർ സ്നേഹിക്കുന്നതിനേക്കാൾ കങ്കാരു തന്റെ മക്കളെ സ്നേഹിക്കുന്ന പോലെ. എന്നാൽ ഏറ്റവും അധികമായി ജീവജാലങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുന്നതായ ഒരു ജീവിയാണ് കുരങ്ങൻ. കുരങ്ങൻ സ്നേഹിക്കുന്നത്, കുഞ്ഞിനെ സ്നേഹിക്കുന്ന അഗാധമായ സ്നേഹമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ പല വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യത്തിൽ കുരങ്ങ് എത്രത്തോളം തന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നറിവാൻ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. ഒരു കുരങ്ങച്ചി, ഒരു കുരങ്ങ് തള്ള, അതിന് ഒരേ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെയും ആ അമ്മയെയും ഒരു വലിയ ടാങ്കിൽ പിടിച്ചിട്ടിട്ട് ആ ടാങ്കിൽ വെള്ളം നിറയ്ക്കുവാൻ തുടങ്ങി. ചീറ്റി ഒഴുകുന്നതായ വെള്ളം തന്റെ ശരീരത്തിൽ വീണപ്പോൾ, തന്റെ കുഞ്ഞിന്റെ പുറത്ത് വീണപ്പോൾ കുരങ്ങൻ എന്ത് ചെയ്തെന്നറിയോ? ആ കുരങ്ങച്ചി, ആ അമ്മ തന്റെ കുഞ്ഞിനെ എടുത്ത് അരയിൽ വെച്ചു. ആ വെള്ളം പൊങ്ങിയാണ്. അതിന് ദേഷ്യമായി അത് അങ്ങോട്ടും രക്ഷപ്പെടാൻ ആ ടാങ്കിൽ നടന്നു. രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല, വലിയ ടാങ്ക്. എന്നാൽ വീണ്ടും
ആ വെള്ളത്തിന്റെ അളവ് പൊങ്ങി അരവരെയായപ്പോൾ എൻ്റെ കുഞ്ഞിനെ തണുക്കുമെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ എടുത്ത് തോളത്ത് വെച്ചു. വീണ്ടും ജലനിരപ്പ് ഉയരുകയാണ്. അത് ശബ്ദം പുറപ്പെടുവിച്ചു, ദേഷ്യം ഭാവം പുറപ്പെടുവിച്ചു. അവസാനം തലയിൽ ആ കുഞ്ഞിനെ വെച്ചു. ആ വെള്ളം വീണ്ടും പൊങ്ങി 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 വരികയാണ്. മുക്കറ്റമായി. അവസാനം മൂക്ക് മൂടി, ശ്വാസം മുട്ടി, താൻ മരിക്കാൻ പോകുന്നു എന്ന് ആ കുരങ്ങച്ചിക്ക് മനസ്സിലായി. അവസാനം എന്താ ചെയ്തത്? തലയിലിരുന്നതായ ആ കുഞ്ഞിനെ എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ കുഞ്ഞിന്റെ പുറത്ത് കയറി നിന്ന് ആ കുഞ്ഞിനെ നിഷ്കരണം കൊന്നിട്ട് അമ്മ സ്വന്തം ജീവനെ രക്ഷിച്ചു. കുഞ്ഞിനെ കൊന്ന് അമ്മ രക്ഷിച്ചു. എന്നാൽ ദൈവമോ തന്നെത്താൻ രക്ഷിക്കാതെ, യേശുവോ തന്നെത്താൻ രക്ഷിക്കാതെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആരോ യേശുവിനെ കൊന്നതല്ല. ഒരു മതത്തിനും ഒരു പടയാളികൾക്കും ഒരു ന്യായാധിപ സംഘത്തിനും രാജ്യത്വത്തിനും കർത്തൃത്വങ്ങൾക്കും യേശുവിനെ കൊല്ലുവാൻ കഴിയത്തില്ല. കാരണം യേശു എന്നേക്കും ജീവിക്കുന്ന ദൈവമത്രേ. ആരോ യേശുവിനെ കൊന്നതല്ല. പ്രത്യുത യേശു കർത്താവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ചതത്രേ. അങ്ങനെ വേദപുസ്തകം പറയുന്നു, 1 യോഹന്നാൻ 4:9 വായിക്കുമ്പോൾ, അദൃശ്യനായ ദൈവം സ്നേഹം തന്നെ, ആ സ്നേഹത്തെ കാൽവരി ക്രൂശിന്മേൽ കർത്താവ് യേശു ക്രിസ്തു പ്രദർശിപ്പിച്ചിരിക്കുന്നു. ദൈവ സ്നേഹത്തെ ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു പ്രദർശിപ്പിക്കുകയുണ്ടായി. ആ ക്രൂശിൽ യേശു കർത്താവ് പിടഞ്ഞ് മരിക്കുമ്പോൾ അവന്റെ ക്രൂശിലെ മരണം എപ്രകാരമായിരുന്നു എന്ന് അടുത്ത് നിന്ന് കണ്ടതായ യോഹന്നാൻ പറയുന്നു, 1 യോഹന്നാൻ 3:1, കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അതേ സഹോദരങ്ങളെ, ദൈവം സ്നേഹം തന്നെ. ധൈര്യമായിരിക്കെ, നിങ്ങൾ ആരും അനാഥർ അല്ല. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ല എങ്കിലും ഈ പ്രത്യേക ദിവസത്തിൽ യെശയ്യാ 54:10 പറയുന്നു, പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. ആര് മാറിയാലും മാറ്റമില്ലാത്ത ദൈവം, അവൻ സ്നേഹം തന്നെ. യെശയ്യാ പ്രവചനം 49:15, ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ദൈവം സ്നേഹം തന്നെ. 103-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ തിരുവചനം പറയുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. കാരണം ദൈവം സ്നേഹം തന്നെ. ദൈവപുത്രനാകുന്ന യേശു കർത്താവിലൂടെ ദൈവത്തിന്റെ ഒന്നാമത്തെ സ്വഭാവമായ സ്നേഹം അതെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകത അത്രേ വേദപുസ്തകം പഠിപ്പിക്കുന്നു. യിരെമ്യാ പ്രവചനം 32:27, യിരെമ്യാ പ്രവചനം തന്നെ 32:17, അവൻ സർവശക്തനത്രേ. നഹൂം പ്രവചനം 1:3 വായിക്കുമ്പോൾ അവിടെ ദൈവവചനം പറയുന്നു, അതെ, God has mega power, സർവശക്തൻ. നമ്മുടെ ദൈവം അവൻ സർവശക്തനത്രേ. സ്വർഗത്തിൽ അവൻ സർവശക്തൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയവൻ. ആ